ശകുന്തളയുടെ മൃതദേഹം തല കീഴായിട്ട് വീപ്പയ്ക്ക് ഇട്ടു. വീപ്പയ്ക്കുള്ളിൽ ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് മൂടി. അപ്പോൾ ഒരു അല്പ വസ്ത്രം മാത്രമാണ് ഈ പറയുന്ന ശകുന്തളയുടെ ദേഹത്തുണ്ടായിരുന്നത്. ക്രൂ മുഖേന അഴിഞ്ഞ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നേരത്തെ കെബിൻ പറഞ്ഞതുപോലെ അത് ഇത്രയും ചെറിയൊരു സ്ക്രൂ ആണ് എന്ന് ഓർക്കണം. ഒരു കൊലപാതകത്തിന്റെ കഥ മുഴുവനും ചുരുളഴിയുന്നത് ആ ഒരു സ്ക്രൂവിൽ നിന്നാണ്. പക്ഷേ ആ കൊലപാതകയെ ശിക്ഷിക്കാനായിട്ട് നമ്മുടെ നീതിപീഠത്തിന് സാധിച്ചു. മൃതദേഹം കിട്ടി, അതൊരു സ്ത്രീയുടേതാണ്. ഇവിടെ കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകമാണ് ശകുന്തളയുടെ വീപ്പ കൊലപാതകം. അത് കൊച്ചിയിലാണ്, 2018. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അത് ഒരു വീപ്പയ്ക്കകത്ത് മകളുടെ കാമുകൻ ഇത്തരത്തിൽ ആക്കുകയും ഒരു സ്ക്രൂ കൊണ്ട് തെളിയിച്ച ഒരു കൊലപാതകം. അതാണ് സംഭവം. അതിന്റെ നാൾവഴികൾ എങ്ങനെയായിരുന്നു? എന്താന്ന് വെച്ചാൽ ശകുന്തള എന്ന് പറയുന്ന ഒരു മധ്യവയസ്ക. അപ്പോൾ ശരിക്കും അവർ അന്യ നാട്ടിൽ കിടന്ന് ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മകളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു ആദ്യം. ഇവർ സന്തുഷ്ടമായ രീതിയിൽ സ്നേഹത്തോടുള്ളൊരു കുടുംബം, ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇവരുടെ കയ്യിൽ ഇവരുണ്ടാക്കിയിരുന്ന കുറച്ച് സമ്പാദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുജോലിയൊക്കെ ചെയ്ത് അവരുണ്ടാക്കിയ സമ്പാദ്യം മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. മകളെയൊക്കെ കല്യാണം കഴിച്ചയച്ചു. അപ്പോൾ ഈ ശകുന്തളയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയിരിക്കെ ഇതിനുശേഷം ശകുന്തളയുടെ മകളുടെ വിവാഹബന്ധം വേർപിരിയുന്നു. ശേഷം മകൾക്ക് മറ്റൊരാളുമായി അടുപ്പം ഉണ്ടാവുന്നു. അപ്പോൾ ഈ അടുപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഈ ശകുന്തളയ്ക്ക് ഈ അടുപ്പം അത്ര രസിച്ചിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ശകുന്തള നാട്ടിൽ വന്നു, മറ്റു ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ മകൾക്ക് ബന്ധമുള്ളത് ശകുന്തളയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. സജിത്ത് എന്നായിരുന്നു ഈ പയ്യന്റെ പേര്, അതായത് മകളുടെ കാമുകന്റെ പേര്. അപ്പോൾ യാതൊരു വിധത്തിലും ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി, ആയിക്കോട്ടെ, പോട്ടെ എന്ന് വിചാരിച്ചു ഇവരുടെ വീട്ടിൽ തന്നെയാണ് ഈ സജിത്ത് താമസിച്ചിരുന്നത്. പിന്നീട് ഒരിക്കൽ ഈ പറയുന്ന ശകുന്തളയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. ആക്സിഡൻറ്റ് ഉണ്ടായി ഇവർ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ പറയുന്ന സജിത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ മകൾക്കായിക്കോട്ടെ ശകുന്തളയെ നോക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് വേണ്ട മരുന്നിന്റെ ചെലവുകളും അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഇവർക്കൊരു വലിയ ഭാരമായിട്ട് മാറുകയാണ്. അതായത് ഈ സജിത്ത് എന്ന് പറയുന്നത് എതിർപ്പായിരുന്നെങ്കിലും വീട്ടിലൊക്കെ വരുമായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അത് ശകുന്തളയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അതായത് പ്രണയം കാമുകൻ എന്ന നിലയിൽ അല്ലാതെ വേറെ തരത്തിലുള്ള വിവാഹബന്ധമൊന്നുമല്ല, ഒരു ലിവിങ് ടുഗദർ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സജിത്തിന് ശരിക്കും സജിത്ത് ഈ വീട്ടിൽ വരുന്നതൊന്നും ഈ ശകുന്തളയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ സജിത്ത് ആ വീട്ടിലുണ്ട്. അപ്പോൾ ഒരിടയ്ക്ക് ഈ പറയുന്ന ശകുന്തളയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും പൂർണ്ണമായിട്ട് കിടപ്പിലായി മാറുകയും ചെയ്തു ശകുന്തള. അപ്പോൾ എന്തായാലും ആരോഗ്യ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആശുപത്രി ചെലവ് അല്ലെങ്കിൽ മറ്റ് മരുന്ന് കാര്യങ്ങൾക്കൊക്കെ ഇവർ തന്നെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സജിത്തിനായിക്കോട്ടെ മകൾക്കായിക്കോട്ടെ ഇതൊരു ഭാരമാവാൻ തുടങ്ങി. അങ്ങനെ ഭാരമായപ്പോൾ മകള് പോയി, സജിത്ത് മാത്രം ഈ വീട്ടില്. മകള് അതായത് ഈ വീട് ഉപേക്ഷിച്ച് പോയി, അമ്മയും അതേപോലെ കാമുകനെയും വീട്ടിലാക്കിയിട്ട് വീട് ഉപേക്ഷിച്ചു. അങ്ങനെയല്ല, സജിത്ത് മാത്രം ഉള്ള ഒരു ദിവസം വീട്ടില്. എന്നിട്ട് ഈ പറയുന്ന സജിത്ത് എന്ത് ചെയ്തു? ശകുന്തളയെ കൊന്നു. ശകുന്തളയെ കൊന്നിട്ട് എങ്ങനെയാണ് കൊന്നത്? തലക്കടിച്ച് തന്നെ കൊന്നു. കൊന്നതിന് ശേഷം ശരീരഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒരു വീപ്പയ്ക്കുള്ളിലാക്കി. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ നീല കളർ വീപ്പയില്ലേ, വലുത്, ആ വീപ്പയ്ക്കുള്ളിലാക്കി. എന്നിട്ട് ഈ വീപ്പയ്ക്കുള്ളിലാക്കുമ്പോൾ സജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീപ്പ സംഘടിപ്പിക്കണമല്ലോ എവിടെന്നെങ്കിലും. അപ്പൊ ഇത് സംഘടിപ്പിച്ചത് കൂട്ടുകാർ മുഖേനയാണ്. അതായത് തനിക്ക് പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീപ്പ കൂട്ടുകാരിൽ നിന്ന് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈ വീപ്പ സംഘടിപ്പിച്ചതിന് ശേഷം ഈ ശകുന്തളയുടെ മൃതദേഹം തല കീഴായിട്ട് വീപ്പയ്ക്കുള്ളിലിട്ടതിന് ശേഷം കോൺക്രീറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് മൂടി. അപ്പോൾ ഒരു അല്പ വസ്ത്രം മാത്രമാണ് ഈ പറയുന്ന ശകുന്തളയുടെ ദേഹത്തുണ്ടായിരുന്നുള്ളൂ. 500-ന്റെ പഴയ നമ്മൾ നിരോധിച്ച നോട്ടില്ലേ, 500-ന്റെ, ആ 500-ന്റെ ഒരു 4 നോട്ടും ഈ പറയുന്ന ശകുന്തളയുടെ ഡ്രസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒരു 4 500-ന്റെ നോട്ടും ഉണ്ടായിരുന്നു. നിരോധിച്ച നോട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ കേസിന്റെ ഒരു
അവർ പോലീസ് ഈ ഒരു സംഭവം അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, എക്സാക്ട് ഒരു ലൂപ്പ് ഹോൾ കിട്ടുന്നത് ഒരു സ്ക്രൂവിൽ നിന്നാണ്. സംഭവം ഈ സജിത്ത് ഈ മൃതദേഹം തലകീഴായി നമ്മളുടെ വീപ്പയ്ക്കുള്ളിലാക്കി കോൺക്രീറ്റ് ഇട്ട് മൂടി. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇത് പൊക്കാൻ പറ്റില്ലല്ലോ, ഭാരമായിരിക്കും. അപ്പോൾ സജിത്ത് എന്ത് ചെയ്തു, സജിത്തിന്റെ സുഹൃത്തുക്കളെ തന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മൃഗങ്ങളുടെ അസ്ഥികളാണ് ഈ വീപ്പയ്ക്കുള്ളിൽ, ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടേ കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കൾ അത് വിശ്വസിച്ചു. സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളും ഈ പറയുന്ന സജിത്തും കൂടി ഇത് കുമ്പളങ്ങി കായലിന്റെ പരിസരത്ത് കൊണ്ടേ ഇട്ടു, കായലിലൊഴുക്കി. ഏകദേശം ഒരു വർഷം വരെ അത് ആ കായലിൽ നിന്ന് പോവാതെ അത് അവിടെ തന്നെ കിടന്നു, ഫ്ലോട്ട് ചെയ്ത് കിടന്നു. അങ്ങനെ തന്നെ കിടന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇത് നീങ്ങി പോവില്ല എന്തായാലും. ഇത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ സംഭവം കാണുന്നുണ്ട്. പക്ഷെ അവരിത് തുറക്കാനോ അല്ലെങ്കിൽ ഇതെടുത്ത് കരക്കെടുത്തിട്ടു, പക്ഷെ ഇത് തുറക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. അത് ഒട്ടി ചേർന്നിങ്ങനെ ഇരിക്കുകയാണ്, കോൺക്രീറ്റ് എല്ലാം കൂടെ കട്ടിപ്പിടിച്ച്. അതെ ഭാരം കൂടി കിടക്കുകയാണ്. അവസാനം കുറെ നാൾ കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്തുനിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, മത്സ്യത്തൊഴിലാളികളും അടുത്ത സമീപവാസികളും ഇത് തുറന്നേ മതിയാവൂ എന്ന രീതിയിൽ ഇവരിത് കുത്തിപ്പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അവസാനം ഇത് ഇവർ പോലീസുകാരെ അറിയിച്ചു. പോലീസുകാരെ അറിയിച്ചപ്പോൾ അവർ തിരിച്ച് നമ്മുടെ ഈ പറയുന്ന സ്ഥലത്ത് വീപ്പയുടെ അടുത്തെത്തി. അവരിത് അകത്തുള്ള സാധനങ്ങൾക്ക് കേടുപാടുകൾ എന്താണെന്ന് അവർക്കും അറിയില്ല. അകത്തുള്ള സാധനങ്ങൾക്ക് കേടുപാടുകൾ വരാതെ അവരിത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം കിട്ടിയത് ഒരു എല്ലും കഷ്ണമാണ്. അപ്പൊ തന്നെ മനസ്സിലായി. അതെ. അപ്പോൾ ഈ എല്ലും കഷ്ണങ്ങളെല്ലാം DNA-ക്ക് അയച്ചു. DNA-ക്ക് അയച്ചത് പ്രകാരം അവർ കണ്ടെത്തിയത് ഇത് ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീ അല്ല. അത് കിട്ടിയവർക്ക് സ്ത്രീ അല്ല എന്നൊരു നിഗമനത്തിലേക്ക് അവരെത്തി. പക്ഷെ ഇത് ആരുടെ, എപ്പോ സംഭവിച്ചു, ആരെങ്കിലും കൊന്നിട്ടതാണോ, ഇതൊന്നും അറിയില്ല. സ്വാഭാവികമായിട്ടും അവർ ഇത് അന്വേഷിച്ച് വന്നപ്പോഴാണ് അല്പവസ്ത്രം മാത്രം ശരീരത്തിലുണ്ട്. നോക്കിയപ്പോൾ ഒരു നീളം കൂടിയ ഡ്രസ്സാണ്. ഓക്കെ, ശരി, അത് കണ്ടുപിടിച്ചു. അതിന് പുറമെ ഈ മടിക്കുത്തിൻ്റെ അവിടെ 400-ൻ്റെ നോട്ടുണ്ട്, അതും അവർക്ക് കിട്ടി. പിന്നീടാണ് തൊടയുടെ ഭാഗത്ത് ഒരു ചെറിയ സ്ക്രൂ, അതായത് കാലിൻ്റെ ഭാഗത്ത് ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു. ആ സ്ക്രൂ നമ്മുടെ കേരളത്തിൽ 4 എണ്ണം മാത്രമാണ് ആ കാലഘട്ടത്തിൽ വിറ്റുപോയിരുന്നുള്ളൂ. അത് സർജിക്കൽ സ്ക്രൂ. ഇത് അന്വേഷിച്ച് പോലീസിന് കിട്ടിയ ആ തുമ്പ് വെച്ച് അവർ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ലഭിച്ചത് തൃപ്പൂണിത്തുറ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ ഹോസ്പിറ്റലിൽ 4 സ്ക്രൂ ആണ് പോയിരിക്കുന്നത്. അതിൽ 3 പേരെ കറക്റ്റായിട്ട് കിട്ടി. ഒരാൾ മാത്രം കറക്റ്റ് അടുത്ത കൺസൾട്ടിങ്ങിനോ ചെക്കപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെന്നിട്ടില്ല. അങ്ങനെയാണ് ഇത് ശകുന്തളയാണ് എന്നവർ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നു പേഷ്യൻ്റ്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും. അങ്ങനെ അന്വേഷിച്ചാണ് ഇത് സജിത്തിലേക്ക് എത്തുന്നത്. സജിത്തിലേക്ക് എത്തിയപ്പോൾ വേറൊരു സംഭവം പറയേണ്ടത്, ഈ മൃതദേഹം കിട്ടി, അതൊരു സ്ത്രീയുടേതാണ്, ഇന്നയാളാണ് എന്ന് കണ്ടുപിടിച്ച ഉടനെ സജിത്ത് ആത്മഹത്യ ചെയ്യാണ്. എന്തുകൊണ്ടാണ് സജിത്ത് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം സജിത്തിലേക്ക് അന്വേഷണം വരും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. സ്വാഭാവികമായിട്ടും ഇത് പിന്നീട് സജിത്തിന്റെ കൂട്ടുകാരിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ വീപ്പ ഇവിടെ എത്തിയത്, വീപ്പ ആരാണ് കൊണ്ടുവന്നത്, വീപ്പ എത്തിക്കാൻ ആരാണ് പറഞ്ഞത്, വീപ്പ വാങ്ങിയതാണ്. കാരണം കൂട്ടുകാർ മുഖേന തനിക്ക് വെള്ളം, മകളപ്പോൾ ഈ സന്ദർഭത്തിലൊന്നും ഇത് അറിയുന്നില്ല. ഇല്ല, പിന്നീട് മകളുടെ അടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ എത്തിയിരുന്നു. പക്ഷെ മകളൊന്നും വിട്ടു പറയുന്നില്ല. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അവസാനിപ്പിച്ചു. കാരണം ഈ പറയുന്ന പ്രതി ആത്മഹത്യ ചെയ്ത് പിന്നീട് നമുക്കതിലേക്ക് പോലീസുകാർക്ക് ഇറങ്ങി ചെല്ലാനോ അന്വേഷണം നടത്താനോ അവർക്ക് സാധിക്കുന്നില്ല. അവസാനം ഈ വീപ്പ എവിടെ നിന്ന് ലഭിച്ചു, ആര് കൊണ്ടുപോയി കൊടുത്തു, എന്താണ് ഈ വീപ്പയ്ക്കുള്ളിൽ, എന്തായിരുന്നു ഈ സമയത്ത് സജിത്ത് പറഞ്ഞിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ സജിത്തിന്റെ കൂട്ടുകാരിൽ നിന്ന് ഇവർ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇത് സജിത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോഴാണ് സജിത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് സയനൈഡ് കഴിച്ചിട്ടാണ് ഈ പറയുന്ന സജിത്ത് ആത്മഹത്യ ചെയ്യുന്നത്. ഈ പറയുന്ന നമ്മുടെ ശകുന്തളയെ കൊലപ്പെടുത്തിയ ശേഷം വീപ്പയ്ക്കുള്ളിലാക്കി ഈ പറയുന്ന കൂട്ടുകാരുടെ സഹായത്തോടെ കുമ്പളങ്ങിയിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അയൽവാസികളെ സജിത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ശകുന്തളയ്ക്ക് എണീക്കാൻ സാധിക്കുന്നില്ല, തീരെ വയ്യ, ബെഡ് റെസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ശകുന്തളയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് ആക്കാൻ പോവുകയാണ്, ഞാൻ ഇവിടെ നിന്ന് മാറി ഞങ്ങൾ വാടക വീടെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന രീതിയിൽ പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം ഉണ്ടാവില്ല, അയൽവാസികൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും തിരക്കും. പക്ഷെ അതെല്ലാം സജിത്ത് നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് വേണം പറയാൻ.
ആളുകൾ ആരും പിന്നീട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. പക്ഷെ ആ സ്ക്രൂ മുഖേന അഴിഞ്ഞ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ശരിക്കും സജിത്ത് ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ പോലീസിന് അതിലേക്ക് ഒന്നും ചെയ്യാനില്ല. ശരിക്കും പോലീസിന്റെ ഒരു അന്വേഷണത്തില് അവര് ശരിക്കും വിജയിച്ച ഒരു സംഭവമാണ് ഈ വീപ്പ കൊലപാതകം. ശകുന്തളയുടെ തെളിയിച്ച കേസാണ്. അത് മാത്രമല്ല ഈ കുമ്പള എനിക്ക് എപ്പോഴും ഒരു സംശയമുള്ളത്, ഇപ്പം 2016 ഈ നോട്ട് നിരോധനം വരുന്നത്. അപ്പൊ ഈ നോട്ട് എന്തെങ്കിലും ഒരു നിർണായകമായ ഇല്ല, അത് പോലീസ് ആ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു തെളിവ് മാത്രമായിരുന്നു. അവരെ ശരിക്കും കൂടുതൽ ഈ കേസിൽ സഹായിച്ചത് സ്ക്രൂ തന്നെയാണ്. കാരണം ആ സ്ക്രൂ അതിന്റെ കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിലേക്ക് എത്ര എണ്ണം വന്നു, അത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇടുപ്പെല്ലിന് ഇവിടെ ഒരു സർജിക്കൽ സ്ക്രൂ, ആ ചെറിയൊരു സ്ക്രൂ ആണ് പോലീസുകാർക്ക് ഈ കേസിൽ നിർണായകമായ തെളിവുണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രൂ പോലീസുകാർക്ക് ലഭിക്കുന്നു, അവരത് അതിൻ്റെ കോഡ് മറ്റു കാര്യങ്ങൾ അതിൻ്റെ പേരെല്ലാം ഡീറ്റെയിൽസ് എടുക്കുന്നു, അത് നമ്മുടെ കേരളത്തിൽ എത്ര എണ്ണം വിറ്റിട്ടുണ്ടെന്ന് എടുക്കുന്നു, അത് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലാണെന്ന് കണ്ടെത്തുന്നു, 4 എണ്ണമാണ് പോയിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ വിവരങ്ങൾ നൽകുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണം കറക്റ്റായിട്ട് റുട്ടീൻ ചെക്കപ്പിന് പോലീസ് അന്വേഷണത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലും ഒരു കുറ്റവാളിയെ പിടിക്കാൻ എവിടെയെങ്കിലും ഒരു ലൂപ്പോൾ ഒളിപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും ആ കോൺക്രീറ്റിനകത്ത് ഇരുന്നിട്ട് പോലും ഈ സ്ക്രൂ ദ്രവിക്കുകയോ തുരുമ്പെടുക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്തില്ല. അതായത് എല്ലും കഷ്ണങ്ങൾ കിട്ടിയെന്ന് വീണ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ഫ്ലഷ് എല്ലാം തന്നെ കോൺക്രീറ്റ് മിശ്രിതവുമായി ചേർന്ന് കട്ടി ദുർഗന്ധം വരാൻ തുടങ്ങിയ സാഹചര്യത്തിലും അപ്പോൾ അതിന് മാത്രം ഈ ചില കാര്യങ്ങളിൽ പറയില്ലേ, ദൈവം എല്ലാത്തിൻ്റെ ഒരു ലൂപ്പോൾ കൊടുക്കും, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെളിയിച്ചെങ്കിലും കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല. പക്ഷേ പോലീസിൻ്റെ കരിയറിൽ, പോലീസ് കേരള പോലീസിന്റെ ഒരു പൊന്തൂവൽ കൂടി കേരള പോലീസിന് കിട്ടിയൊരു കേസാണ് തീർച്ചയായിട്ടും ഈ കേസ് വീപ്പ കൊലപാതകം. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നേരത്തെ കെബിൻ പറഞ്ഞതുപോലെ അത് ഇത്രയും ചെറിയൊരു സ്ക്രൂ ആണ് എന്ന് ഓർക്കണം. ഒരു കൊലപാതകത്തിന്റെ കഥ മുഴുവനും ചുരുളഴിയുന്നത് ആ ഒരു സ്ക്രൂവിൽ നിന്നാണ്. പക്ഷേ ആ കൊലപാതകയെ ശിക്ഷിക്കാനായിട്ട് നമ്മുടെ നീതിപീഠത്തിന് സാധിച്ചില്ല. അവൻ മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്തത്. ശരിക്കും കൂട്ടുകാരെ ശിക്ഷിച്ചല്ലോ ചെയ്തായിരുന്നു. കൂട്ടുകാരുടെ അടുത്ത് കാര്യങ്ങളും മറ്റും ചോദിച്ചറിയുക എന്നുള്ള ഒരു നടപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവർക്കറിയില്ല എന്നുള്ളതായിരുന്നു അതിന്റെ മറുപടി. കാരണം ഇത് മൃഗങ്ങളുടെ അവശിഷ്ടമാണ്, മൃഗങ്ങളുടെ എല്ലുകളാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വീപ്പ കൂട്ടുകാരുടെ സഹായത്തോടെ ഇതുകൊണ്ട് കുമ്പളങ്ങി കായലിലിടുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷം അത് അവിടെ കിടന്നെങ്കിലും സംഭവം തെളിയണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കുകയും ഇന്നയാളുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. നേരത്തെ കെബിൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ അവർക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ ശകുന്തള കൊലപാതകത്തിന്റെ ചുരുള അഴിച്ചതെന്ന് വേണം പറയാൻ.